Hi friends, എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ ആളുകൾക്കും വളരെയധികം സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങളിൽ പൂർണ്ണമായിട്ടുള്ള മാറ്റം വരുത്തിക്കൊണ്ടുള്ള പുതിയ പരിഷ്കരണങ്ങൾ ബുധനാഴ്ച പ്രാബല്യത്തിൽ വന്നേക്കും. ഇത് സംബന്ധിച്ചാണ് ഈ ഒരു വീഡിയോയിൽ വിശദമാക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എത്തിച്ചേരാൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. നമ്മുടെ സംസ്ഥാനത്ത് 4 മാസമായി 2 ഘട്ടങ്ങളിലായി തുടരുന്ന ലോക്ക്ഡൗണിനാണ് ഇപ്പോൾ വിരാമമാകാൻ പോകുന്നത്. ലോക്ക്ഡൗൺ പൂർണ്ണമായും ഒഴിവാക്കുകയില്ല. ലോക്ക്ഡൗണിൽ ചില മാറ്റങ്ങളാണ് വരുത്താൻ പോകുന്നത്. ശനി, ഞായർ വാരാന്ത്യ ലോക്ക്ഡൗൺ ഒഴിവാക്കിയേക്കും. ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങളിൽ പൂർണ്ണമായും മാറ്റം വരുത്തിക്കൊണ്ടുള്ള പുതിയ പരിഷ്കരണങ്ങൾ ബുധനാഴ്ച പ്രാബല്യത്തിൽ വരും. വിദഗ്ധ സമിതിയുടെ ശുപാർശകൾ ചീഫ് സെക്രട്ടറി പരിശോധിച്ച് മുഖ്യമന്ത്രിക്ക് കൈമാറും. നാളെയാണ് കോവിഡ് അവലോകന യോഗമുള്ളത്. അന്തിമ തീരുമാനം നാളെ ഉണ്ടാകും. TPR അടിസ്ഥാനത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾ പൂട്ടിയിടുന്ന ഇപ്പോഴുള്ള രീതിയിൽ മാറ്റം വരും. രോഗങ്ങൾ കൂടുതലുള്ള പ്രദേശങ്ങൾ ക്ലസ്റ്ററുകളായി തിരിച്ച് അവിടെ മാത്രം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനാണ് സാധ്യത. ടെസ്റ്റ് പോസിറ്റിവിറ്റി 10% കുറവുള്ള എല്ലാ ഭാഗത്തും പൂർണ്ണമായിട്ടുള്ള ഇളവുകൾക്കാണ് സാധ്യത ഉള്ളത്. പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ നാളത്തെ അവലോകന യോഗത്തിന് ശേഷം അറിയാവുന്നതാണ്. വാരാന്ത്യ ലോക്ക്ഡൗൺ എന്തായാലും ഒഴിവാക്കിയേക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. കേരളത്തിൽ നിന്ന് വരുന്ന യാത്രക്കാർക്ക് തമിഴ്നാടും കർണാടകവും RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയിട്ടുണ്ട്. ഈ സംസ്ഥാനങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവർ ഈ കാര്യം ശ്രദ്ധിക്കുക. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അപ്ഡേഷനുകൾ ലഭിച്ചാൽ ഉടനെ നിങ്ങളെ അറിയിക്കുന്നതാണ്. ഇതുപോലുള്ള വീഡിയോകളും മറ്റ് ഇൻഫർമേഷനുകളും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ.